ഹലോ ഗായ്സ്, തൃശ്ശൂർക്കാരി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞൊരു യാത്ര പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ഉള്ളത്. അപ്പോൾ രാവിലെ പണികളൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ട്. കുറച്ച് രാവിലെയാണ് നമ്മൾ പോകുന്നത്, വേറെ എവിടേക്കല്ല, കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ്. അപ്പോൾ അവിടെ അമ്മയും അനിയത്തിയൊക്കെ പൂ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ, പൂക്കളിടാൻ വേണ്ടിയിട്ട്. അവർ മേടിച്ച പൂവ് കഴിഞ്ഞു എന്ന് പറഞ്ഞു, അപ്പോൾ അവർ പൂ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഇതേ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് എരുമപ്പെട്ടി പമ്പിൽ നിർത്തിയേക്കാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ ബസ് അവിടെ കൊണ്ടുവന്നിട്ട് കഴുകണത് ഞാൻ കണ്ടു കേട്ടോ. എനിക്ക് ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുത്താലോ എന്നൊക്കെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ അവർ ചീത്ത പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ ഞാൻ ചോദിച്ചില്ല, പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുന്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് അത്. വിളക്കുകൾ ഇതൊക്കെ ഉണ്ടാക്കണ കല്ലിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ പാലത്തിൻ്റെ മുകളിലെത്തി. ഇതെന്താ ചേറ്റുവ പാല അങ്ങനെ എന്താ തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ തെറ്റുണ്ടിച്ചിങ്ങി ക്ഷമിക്കണം, കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുന്നെയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, കൊടുങ്ങല്ലൂർക്ക് പോകുന്നത് ഒരു സർപ്രൈസായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം വലപ്പാട്, കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുന്നേ വലപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശങ്കരേട്ടൻ്റെ ബുള്ളറ്റ് നേരെയാക്കണതിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വ്ളോഗും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇത്ര തൊട്ടടുത്തല്ലേ കൊടുങ്ങല്ലൂർ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോവുകയാണ്, അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കും കൂടി പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു അമ്പല ദർശനമായിട്ടാണ്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ട് എനിക്ക് കയറി തൊഴാൻ പറ്റിയില്ല. മീനമാസത്തിൽ ഭരണി കഴിഞ്ഞിട്ട് അടച്ചുപൂജയുള്ള സമയത്തായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കയറി തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ക്ഷേത്ര ദർശനം കൂടി ആക്കിയത് കേട്ടോ. അപ്പോൾ വലപ്പാട് പോവുകയും ചെയ്യാം, അമ്പലത്തേക്കും പോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അമ്പലം എത്തി, അമ്പലത്തിൽ കയറി തൊഴുതു. സമാധാനമായിട്ട് സുഖമായിട്ട് തന്നെ തൊഴാൻ പറ്റി. അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കാലത്ത് ഒരു ചായയും ഒരു ഉഴുന്നുവടയും മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. കാലത്ത് നമ്മൾ ഫുഡൊന്നും കഴിക്കാതല്ലേ വീട്ടിൽ നിന്ന് വരിക. അപ്പോൾ ഞങ്ങൾ ചായക്കട കയറി ചായ കുടിച്ചായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴിൽ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ശങ്കരേട്ടൻ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലോട്ടറി എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്കടിക്കും, അതാണല്ലോ പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷയിൽ തുള്ളി കളിച്ചിട്ടൊക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യരുതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോസ്റ്റ് ചെയ്യും, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വലപ്പാട് എന്നുള്ള സ്ഥലത്ത് ആ മെക്കാനിക്കിനെ അന്വേഷിച്ചിട്ട് ഒരുപാട് അലയേണ്ടി വന്നു. കാരണം ചില ആൾക്കാർ പറഞ്ഞു ആൾ വീട്ടിലാണ് ഇരിക്കണേ, ഇപ്പോൾ വർക്ക്ഷോപ്പിലില്ല, വീട്ടിൽ വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെയാണ് ഇരിക്കണതെന്ന്. അങ്ങനെ ആളുടെ വീട് അന്വേഷിച്ച് പോകുമ്പോൾ ആർക്കും വീടറിയില്ല. ആളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ വീടിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ആകെപ്പാടൊരു വലച്ചിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലപ്പാട് പോകുന്നതൊരു വലച്ചിലായിപ്പോയി. അങ്ങനെ ആ ചേട്ടൻ്റെ വീടൊക്കെ തപ്പി കണ്ടുപിടിച്ച് അവിടെ പോയി. അവിടെ പോയപ്പോൾ അവിടുത്തെ ആ ചേട്ടൻ്റെ വൈഫ് പറഞ്ഞു ആൾ ഷോപ്പിലാണുള്ളതെന്ന്. അങ്ങനെ ഷോപ്പ് കണ്ടുപിടിച്ച് ഷോപ്പിലേക്കൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് രാവിലെ ചായയും വടയും മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലും മുന്തിരി ജ്യൂസ് ആണെങ്കിലും എപ്പോഴും കുടിക്കുന്നതാണ്. അപ്പോൾ ആപ്പിൾ ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചാൽ ആപ്പിൾ ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ആൾ ലോട്ടറി എടുത്തിട്ടുണ്ട്, എനിക്ക് എന്തായാലും നാളെ പ്രൈസ് ഉണ്ടാവും അതും പറഞ്ഞിട്ട് ലോട്ടറി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മുല്ലപ്പൂ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചൂടൊക്കെ എടുത്തിരിക്കണ കണ്ടിട്ട് ആ ചേട്ടൻ, എനിക്ക് ആ കടയിലത്തെ ചേട്ടൻ ഫാൻ ഇട്ട് തന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ വണ്ടിയുടെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചൂടും ഉഷ്ണമൊന്നും അറിയില്ല. നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ചേട്ടൻ്റെ അടുത്ത്, ആൾ എന്നാലും ഫാൻ ഇട്ട് തന്നു കേട്ടോ. ഭയങ്കര സമാധാനമായ കാരണം അങ്ങനെ അവിടെ ഇരുന്നു സമാധാനം പോലെ ജ്യൂസൊക്കെ കുടിച്ചു. ഞാൻ എന്ത് ഫുഡ് കഴിച്ചാലും ബാക്കി വയ്ക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ചിടെയായിട്ട് എന്താണെന്നറിയില്ല, വിശപ്പ് കൊണ്ടാണോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിഞ്ഞൂടാ, ഇപ്പോൾ എടുക്കുന്ന ഫുഡൊക്കെ ഫുള്ളായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ ജ്യൂസാണെങ്കിൽ ഫുള്ള് കുടിച്ചിനിപ്പോൾ നല്ല വിശപ്പുള്ള കാരണം കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അതിനിപ്പോൾ എത്ര വിശപ്പുണ്ടെങ്കിലും ഞാൻ ഫുഡ് ബാക്കി വെക്കാറുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റാറില്ല. ഞാൻ ഇടവിട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഞങ്ങൾ തപ്പി കണ്ടുപിടിച്ച് ആ ബുള്ളറ്റ് പണിയണ ആ ചേട്ടൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെ ഒരു ഡീസൽ ബുള്ളറ്റ് ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളത് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കും ബുള്ളറ്റ് ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശങ്കരേട്ടൻ്റെ വണ്ടിയൊക്കെ പണിതിറങ്ങിയിട്ട് വേണം ഒന്ന് ഓടിക്കാൻ വേണ്ടി ചോദിച്ചു നോക്കാൻ, തരുമോയെന്ന് അറിയില്ല. കാരണം ആളുടെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. തമിഴ്നാട് രജിസ്ട്രേഷനാണ് വണ്ടി. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ തെറ്റിയിട്ടാണ് കിടക്കണത്. അത് വണ്ടി സ്വന്തം പേർക്കാക്കണം. അതിന് ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, ടെസ്റ്റിന് കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ഫുള്ള് പാർട്സ് ഊരിയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് വണ്ടിയുടെ എൻജിൻ ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും കൊണ്ടുവന്നിട്ട് ഈ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഫിറ്റ് ചെയ്യണം.
ഫിറ്റ് ചെയ്തിട്ട് ഓടിക്കാവുന്ന കണ്ടീഷനിലാക്കിയിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആൾ പറയുന്നത് എല്ലാവരും ഇതുപോലെ വണ്ടി നേരെയാക്കാൻ കൊണ്ടുവന്ന് തരും, ആദ്യം കുറച്ച് പൈസയും തരും, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് പോവും, പിന്നെ അത് അന്വേഷിച്ച് വരണ വരവ് കാണില്ല, ഇവിടെ ഇരുന്നിട്ട് വണ്ടി തുരുമ്പ് പിടിച്ച് പോയിട്ട് എന്താണ് കാര്യം, എനിക്ക് ഉപകാരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ആവരുത് എന്നാണ് നമ്മളോടും കൂടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ശങ്കരേട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ പൈസ കിട്ടി എന്തായാലും കൊണ്ടുവന്ന് തരുമെന്ന്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നേരെ അത്താണിക്ക് പോകുന്നു. അത്താണി ലാവിഷ് ഹോട്ടലിലേക്ക് വന്നു. നല്ല ഫുഡ് കഴിക്കണം വെച്ചിങ്ങനെ ഇവിടെ വരണം കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസാണ് കഴിക്കാറ്. അപ്പം ഇന്ന് ബിരിയാണി കഴിച്ചാലോ എന്ന് എനിക്ക് തോന്നി, കാരണം ഇവിടുത്തെ ബിരിയാണിയും കൊള്ളാം. അപ്പോൾ ബിരിയാണി കഴിക്കാൻ വെച്ചിട്ട് വന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. ബിരിയാണി വന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ചോറ് വിട്ട് കിടക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം. ചില സ്ഥലങ്ങളിൽ ചോറ് നന്നായി വെന്തിട്ടുണ്ടാവും, അപ്പോൾ പിന്നെ എസൻസ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവും. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി വെച്ചിങ്ങനെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ എരുമപ്പെട്ടിയിലും സവേര എന്നൊക്കെ പറഞ്ഞ ഹോട്ടലിലത്തെ ബിരിയാണി ഇതുപോലെ തന്നെയാണ് കേട്ടോ, വിട്ട് കിടക്കും ചോറൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാം. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് സവേരയിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ എനിക്ക് വേറെ എവിടെ പോയാലും ബിരിയാണി കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നാറില്ല. പക്ഷേ അതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അത്താണിയിലുള്ള ലാവിഷ് ഹോട്ടലിലത്തെ ഫുഡാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസും പിന്നെ പൊറോട്ട, ബിരിയാണി ഇത് മൂന്നും അവിടെ നിന്ന് കഴിച്ചിട്ടുള്ളൂ. പൊറോട്ട എനിക്ക് വലിയ സുഖമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പൊറോട്ട, പക്ഷേ ഫ്രൈഡ് റൈസും ബിരിയാണി അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി പോയി റെസ്റ്റ് എടുത്താൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ നേരെ ക്ലാസ്സിൽ വന്നു. ശങ്കരേട്ടൻ വന്ന അവിടെ ഫോൺ എടുത്തിട്ട് അവിടെ കിടന്നു. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടും പണിയുണ്ടല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അങ്ങനെ തലേത്തെ മുല്ലപ്പൂവ് കഴിച്ച് കളഞ്ഞ് ഞാൻ നോർമലി മുടി കെട്ടി സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് വീണ്ടും വീട്ടിൽ പോയിട്ട് വീട്ടിലത്തെ പണികൾ ചെയ്യണം. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കുക, കുറച്ച് നേരം ഫോണിൽ വീഡിയോസ് കാണുക, പിന്നെ കിടക്കുക, ഉറങ്ങുക. അതാണ് ഇനി അടുത്ത കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കാതിൻ്റെ ഇത് ശരിക്കും ഉണക്കായിട്ടില്ല. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തട്ടി വലിക്കും, ഡ്രസ്സുമ്മ കൊളുത്തി വലിക്കും, അങ്ങനെ ഓരോ കാതായിട്ട് പഴുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയും ഞാൻ ഉണക്കിയെടുക്കണം. അപ്പം ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുമ്പോൾ ഒരു ലോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിൽ ചിരടാണ് ഇട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തുമ്പോഴത്തേനും ആ ചിരടിൻ്റെ ഗുണം കൊണ്ട് അത് പൊട്ടിപ്പോയി. അപ്പം ഞാൻ തൽക്കാലം ഉള്ളൊരു മാലയുടെ മുകളിൽ അത് എടുത്തിട്ടു. ഇനി ചിരടിൻ്റെ മുകളിലേക്ക് ആക്കണം, വേറെ ചിരട് മേടിച്ചിട്ട് ആക്കണം. ഇപ്പോൾ തൽക്കാലം ഒരു മാലയുടെ മുകളിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.